ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് ലൈഫ് നൈറ്റ് ഡ്യൂട്ടി വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ വലിയ കണ്ടൻറ്റൊന്നുമില്ല, ഒരു ചെറിയ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ 7:45 ആയപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ നിന്ന് ലീവ് ചെയ്തു. ഒരു 8 o'clock ആറായപ്പോഴത്തേക്കും കറക്റ്റ് ഹോസ്പിറ്റലിലെത്തി. എന്നെ മെയിൻലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാർഡിയാക് സർജിക്കൽ വാർഡിലാണ്, അതായത് കാർഡിയാക് ICUലാട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ശില്പയുണ്ട്. ശില്പ എൻ്റെ സെയിം കോളേജല്ല, അവൾ വേറെ കോളേജിൽ നിന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കേട്ടോ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇന്ന് ഒന്നിച്ചേ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വാർഡിൽ കയറി ആദ്യം തന്നെ ഹാൻഡ് വാഷ് ചെയ്തു. ഞങ്ങൾ പേഷ്യൻ്റ് സൈഡിൽ ചെന്നു, എല്ലാ കാര്യങ്ങളും ബയോമെഡിക്കൽ തിങ്സ് എല്ലാം നോക്കി. പിന്നെ പേഷ്യൻ്റ് ഫയലെല്ലാം എഴുതി കറക്റ്റ് ചെയ്തു. എന്നിട്ട് നെബ് കൊടുക്കാനുള്ളവർക്ക് നെബ് കൊടുത്തു. പിന്നെ കറക്റ്റ് 10 o'clock ആയപ്പോഴത്തേക്കും ചായ വന്നായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു. കറക്റ്റ് 12 o'clock ആയപ്പോഴത്തേക്കും പേഷ്യൻസിൻ്റെ വൈറ്റൽസ് എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ വന്ന് പറഞ്ഞു എനിക്ക് വിശക്കൊന്ന് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കഴിക്കാനായിട്ട് വന്നു. ശില്പ എനിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഇൻസൈഡ്. ഇത് അവിടെ നിന്ന് കിട്ടിയതാണോ? അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങളത് കറക്റ്റ് 12:30 ആയപ്പോഴത്തേക്കും വാർഡിൽ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതിരുന്ന് എഴുതുമായിരുന്നു. അങ്ങനെ ടൈം 2 o'clock ആയി. അങ്ങനെ ഞങ്ങളുടെ സ്ലീപ്പിംഗ് ടൈം ആട്ടോ 2 o'clock. അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ടേബിൾ എടുത്ത് ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഏതെങ്കിലും പേഷ്യൻ്റ് സൈഡിൽ പോയി കിടക്കും. അങ്ങനെ മോർണിംഗ് 5 o'clock ആയപ്പോൾ എഴുന്നേറ്റു. ഞങ്ങളുടെ വർക്കൊക്കെ തുടങ്ങി. ഇവിടെ തുടക്കിട്ടോ, മേളിൽ തുടക്കും. അങ്ങനെ രാവിലെ ഡോസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ചുമ്മാ ക്ലോക്കിലോട്ട് സമയം നോക്കിയതാണ്. കറക്റ്റ് 7:30 ആയി. അപ്പോഴത്തേക്കും അയ്യോ പോണല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി താഴെ ചെന്നപ്പോൾ കറക്റ്റ് ബസ് വന്ന് ബസ്സിൽ കയറി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.